നമസ്കാരം, ഞാൻ ഡോക്ടർ മിനി ജോസ്, ചീഫ് ഡെന്റൽ സ്പെഷ്യലിസ്റ്റ്, ചിത്ര ഡെന്റൽ സെന്റർ. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന ഒരു കാര്യം, നമ്മൾക്ക് എങ്ങനെയൊക്കെ ചിരി ഭംഗിയാക്കാമെന്ന് പലരുടെയും ഒരു കൺസേൺ ആണ്. അപ്പം മാതാപിതാക്കൾ ശ്രദ്ധിച്ച് കുട്ടികളെ കൊണ്ടുവരും. പക്ഷെ ആ സമയത്ത് മാതാപിതാക്കളുടെ ഒരു പ്രോബ്ലം ഉള്ളത് അവർക്ക് പല പല കാര്യങ്ങൾ കൊണ്ട് ചെയ്യാൻ പറ്റാതിരിക്കും. അപ്പോൾ ഒരു 35+ ആകുമ്പോഴാണ് മിക്കവരും ചിന്തിച്ചു തുടങ്ങുന്നത്, എൻ്റെ ചെറുപ്പത്തിലെ നടക്കാതെ പോയൊരു ആഗ്രഹമാണല്ലോ, അപ്പോൾ അത് ഇനിയെങ്കിലും ചെയ്യണം. അപ്പോൾ നമുക്കൊരു 35 വയസ്സ് കഴിയുമ്പം പല കാരണങ്ങൾ, അതായത് മോണയുടെ വീക്കനിങ് കൊണ്ടും അതുപോലെ തന്നെ നമ്മുടെ കവിളുകളുടെ ആ ഒരു പഫിനെസ് ഒക്കെ കുറയുന്നത് കൊണ്ടും നമുക്ക് പല്ല് ഉന്തിയതായിട്ട് തോന്നാം. അപ്പോഴാണ് ഈ കൺസേൺസ് വന്നു കഴിയുമ്പം എന്നെ സമീപിക്കുന്ന അധികം പേരും സ്ത്രീകൾ 35 വയസ്സിന് മുകളിലുള്ള സ്ത്രീകളാണ്. അപ്പോൾ ഇവർ പറയും, ചിലർക്കൊരു കൺസേൺ ഉണ്ട്, എന്താ ഇത് ഇനി കമ്പിയൊക്കെ ഇട്ടുകൊണ്ട് നടക്കുന്നത് മോശമല്ലേ, ആളുകൾ കണ്ട എന്ത് പറയും. അപ്പം ഇങ്ങനെയൊക്കെയുള്ള കൺസേൺസ് ഉണ്ട്. അപ്പം നമ്മൾക്ക് ഇത് പല രീതിയിൽ ഇതിനെ ടാക്കിൾ ചെയ്യാം. ഒന്ന്, ബ്രേസസ് ട്രീറ്റ്മെൻറ്റ്. ബ്രേസസ് ട്രീറ്റ്മെൻറ്റിൽ തന്നെ സ്റ്റീൽ ബ്രേസസും ഉണ്ട്, സിറാമിക് ബ്രേസസ് ഉണ്ട്. ഈ സിറാമിക് ബ്രേസസ് എന്ന് പറയുന്നത് അത്ര വിസിബിൾ അല്ല. നമുക്ക് ഒരു പർട്ടിക്കുലർ ഒരു 3 അടി ദൂരത്തൊക്കെ നിന്ന് കഴിഞ്ഞാലും അത് നമുക്കൊരു വൃത്തികേടായിട്ട് തോന്നൂല, അത്ര വിസിബിളും അല്ല. പിന്നെ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നതാണ് ഇൻവിസിബിൾ ബ്രേസസ് അല്ലെങ്കിൽ അലൈനേഴ്സ്. ഇത് പല പല ബ്രാൻഡുകളിൽ നമുക്ക് അവൈലബിൾ ആണ്. പല പേരുണ്ട്, ഇൻവിസിലൈൻ എന്ന് പറയും, അതുപോലെ ക്ലിയർ പാത്ത്, അങ്ങനെ പല ബ്രാൻഡിലാണ് ഇത് അവൈലബിൾ ആയിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്കൊരു ഓപ്ഷനാണ്. പക്ഷേ ഇതിൽ ബ്രേസസ് വേണോ അലൈനർ വേണോ എന്നുള്ള കാര്യത്തിന് നിങ്ങൾ എപ്പോഴും ഒരു ഡെൻറ്റിസ്റ്റിൻ്റെ ഒരു ഒപ്പീനിയനും കൂടെ ചോദിക്കണം. കാരണം എല്ലാ കേസസിലും നമുക്ക് അലൈനേഴ്സ് ഉപയോഗിക്കാൻ പറ്റുമെന്ന് 100% ഗ്യാരണ്ടി നമുക്ക് പറയാൻ പറ്റില്ല. ചില കേസുകളിൽ അലൈനേഴ്സ് പോസിബിൾ ആണ്, ചില കേസുകളിൽ ബ്രേസസ് കൊണ്ട് മാത്രമേ നമുക്ക് ട്രീറ്റ്മെൻറ്റ് പോസിബിൾ ആകുള്ളൂ. അപ്പോൾ ഇതിനുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അത് നമ്മൾ എക്സ്റേ, മോണയുടെയും പല്ലിൻ്റെയും ആരോഗ്യം, പ്രായം, ഇവയെല്ലാം കൂടെ നമ്മളൊന്ന് നോക്കിയതിന് ശേഷമാണ് ട്രീറ്റ്മെൻറ്റ് സജസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ നമുക്ക് എന്താഗ്രഹം ഉണ്ടെങ്കിലും നമ്മളത് ഏത് വിധേനയും നമ്മൾ ചിരിയെ ഭംഗിയാക്കി നമ്മുടെ പുഞ്ചിരി എപ്പോഴും അട്രാക്റ്റീവായിട്ട് കൊണ്ടുപോകാൻ ഒരു ഡെൻ്റൽ സ്പെഷ്യലിസ്റ്റിന് നിങ്ങളെ സഹായിക്കാൻ പറ്റും. താങ്ക് യു.